അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മ ഞാൻ ഇന്ന് പറഞ്ഞുതരാം. എന്താണ് ഈ ഇസ്മിൻ്റെ പ്രത്യേകത എന്നറിയോ? നമ്മുടെ റിസ്കിൽ വിശാലത ഉണ്ടാകാനും അള്ളാഹു നമുക്ക് നൽകിയതിലെല്ലാം ബറക്കത്ത് ലഭിക്കാനും ഈ ഒരു ഇസ്മ പതിവാക്കൽ ഏറ്റവും ഉചിതമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചെന്നതായി കാണാം. ഏതാണ് ആ ഇസ്മു എന്നും എങ്ങനെയാണ് അത് ചൊല്ലേണ്ടത് എന്നും ചുരുങ്ങിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. ഈ ഒരു ഇസ്മിൻ്റെ പ്രത്യേകത തന്നെ മഹാന്മാർ പറയുന്നത് അർശ് പോലും നിലകൊള്ളുന്നത് ഈ ഒരു ഇസ്മിൻ്റെ പവറിലാണ് എന്ന. അത്രത്തോളം ബറക്കത്തുള്ള ഒരു ഇസ്മ നമ്മളുടെ ജീവിതത്തിൽ എന്തായാലും കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് ഇന്ന് കേൾക്കാം. ഇനി ഇത് എല്ലാ ദിവസവും ചൊല്ലാൻ ഒരാൾക്ക് പറ്റുന്നില്ല, എന്നാൽ അയാൾക്കൊരു പരിഹാര മാർഗമുണ്ട്. ചൊല്ലണ്ട, അതിന് പറ്റിയൊരു മാർഗം ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തിരുന്നാലും നമ്മളുടെ ജീവിതത്തിലെ വലിയ ബറക്കത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടാനുള്ള മഹത്തായ ഒരു മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. സകല പരീക്ഷണങ്ങളിൽ നിന്നും പരീക്ഷകളിലുമൊക്കെ അല്ലാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ എല്ലാ നിഅമത്തുകളെയും അനുഗ്രഹങ്ങളെയും നിലനിർത്തി തരുമാറാകട്ടെ. ഖൈറാത്തുകളെ അടുപ്പിച്ചു തരികയും ഷർറുകളെ അല്ലാഹു നമ്മിൽ നിന്ന് വിദൂരത്താക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ ആഗ്രഹിക്കുകയും നമ്മളെപ്പോഴും ദുആയിരക്കുകയും ചെയ്യുന്ന സംഗതിയാണ്, അള്ളാഹുവെ ഞങ്ങളുടെ റിസ്കിൽ നീ വിശാലത ചെയ്യണേ അല്ലാഹ് എന്ന്, അല്ലേ? നമുക്ക് നൽകിയതിലെല്ലാം വിശാലത കിട്ടണം, നമുക്ക് നൽകിയതിലെല്ലാം ഖൈറ് ലഭിക്കണം. ഇങ്ങനെ എപ്പോഴും നമ്മൾ ദുആയിരക്കുന്നവരാണ്. അതിനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുകയും അത് കഴിവിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്നതൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന അമലുകളിൽ അള്ളാഹു ചേർത്ത് തരുമാറാകട്ടെ. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നൽകിയതിൽ വിശാലത കിട്ടാനും നമ്മുടെ റിസ്കിൽ വിശാലത ഉണ്ടാകാൻ നമ്മൾ ചൊല്ലേണ്ട ഒരു അസ്മാഉൽ ഹുസ്നയിലെ മറക്കത്താക്കപ്പെട്ട വളരെ ശ്രേഷ്ഠമായ മഹത്വമുള്ള ഒരു ഇസ്മ ഞാൻ പറഞ്ഞുതരാം. ഇത് ചൊല്ലുകയും അതുപോലെ തന്നെ കഴിയുന്ന ആളുകൾ ഇതൊന്ന് എഴുതി കൂടെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ റിസ്കിന്റെ വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരുന്നതാണ് എന്ന് മഹത്തുക്കൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചെന്ന. ലി സഅത്തി റിസ്ഖി വൽ ഐഷി, നമ്മളുടെ ജീവിതവും നമ്മളുടെ മഈശത്തിന്റെ മാർഗ്ഗങ്ങൾ, ഉപജീവന മാർഗ്ഗങ്ങൾ, അതുപോലെ അല്ലാഹു നമുക്ക് നൽകിയ റിസ്ക്, അത് നമ്മളുടെ ഭക്ഷണമാകട്ടെ, നമ്മളുടെ പാർപ്പിടങ്ങളാകട്ടെ, നമ്മളുടെ കുടുംബമാകട്ടെ, ജോലിയാകട്ടെ, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളാകട്ടെ, എന്തു ആയിക്കൊള്ളട്ടെ, അതിൽ വിശാലത കിട്ടാൻ, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ചിലപ്പോൾ ഹൈറായത് ലഭിക്കാൻ, മികച്ചത് ലഭിക്കാൻ, ഉള്ളതിൽ തന്നെ വലിയ ബറക്കത്ത് ലഭിക്കാൻ തുടങ്ങി നമുക്ക് നല്ലൊരു ജീവിതം കാഴ്ചവെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് ഉള്ള ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമായി മഹത്തുക്കൾ പറയാണ്, കുൽ, എല്ലാ ദിവസവും പറയണം. കുൽ, എല്ലാ ദിവസവും പറയണം. എത്ര തവണ? 137 തവണ പറയണം. യാ വാസിഉ എന്ന്. യാ വാസിഉ എന്ന ഇസ്മ, യാ വാസിഉ എന്ന് പറഞ്ഞാൽ തന്നെ വിശാലത ചെയ്യുന്നവൻ എന്നാണ്, വിശാലമാക്കുന്നവൻ. യാ വാസിഉ എന്ന ഒരു ഇസ്മ എല്ലാ ദിവസവും 137 തവണ വീതം ചൊല്ലാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുക ഇൻഷാ അല്ലാഹ്. അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തും വിശാലതയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു. ചെയ്തുകൂടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ, ഇല്ലേ? ചിലപ്പോൾ പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. ആ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് പുതിയ പാഠങ്ങൾ പഠിക്കാനും തിരുത്തലുകൾക്കും അതുപോലെ തന്നെ ഉൾക്കാഴ്ചകൾക്കൊക്കെ അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള അള്ളാഹു നമുക്ക് നൽകുന്ന പാഠങ്ങളാണ് എന്ന് മനസ്സിലാക്കി ക്ഷമിക്കാനും അതിനേക്കാൾ മുന്നേറാനും നമ്മളിപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോൾ യാ വാസിഉ എന്ന ഇസ്മ 137 തവണ എല്ലാ ദിവസവും മുടങ്ങാതെ ഏതെങ്കിലും ഒരു സമയത്ത്, പറ്റുന്നൊരു സമയം, രാവിലെയോ വൈകുന്നേരമോ നിസ്കാരങ്ങൾക്ക് ശേഷമോ എപ്പോഴാണോ പറ്റുന്നത് ആ ഒരു സമയത്ത് ചൊല്ലി തീർത്തു കഴിഞ്ഞാൽ, ദിവസവും മുടങ്ങാതെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അള്ളാഹു ആ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകും. ഇനി മഹത്തുക്കൾ പറയുന്നുണ്ട്, ഇത് എഴുതാൻ ഒരാൾക്ക് അവസരം കിട്ടി, നമ്മുടെ റിസ്കിൽ വിശാലത ചെയ്യാൻ. ഇപ്പം ചൊല്ലാൻ ഇനി ഒരാൾക്ക് എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റണില്ല, അന്ന് അവർക്കും ഒരു പരിഹാര മാർഗ്ഗമുണ്ട്. എല്ലാ ദിവസവും ചൊല്ലാൻ ഇത് മെനക്കെട്ട് ചിലപ്പോൾ എന്ത് മറന്നുപോകും അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇനി ഒരു പരിഹാര മാർഗ്ഗം പറഞ്ഞുതരാം. ഈ ചൊല്ലലോട് കൂടി തന്നെ കേട്ടോ, ചൊല്ലാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചൊല്ലുക. ഇനി അത് ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ, സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറന്നു പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് എന്തിലും പെട്ടുപോയി, നമ്മൾ കച്ചവടത്തിൽ പെട്ടുപോയി, അല്ലെങ്കിൽ ജോലിയിൽ പെട്ടുപോയി, മറ്റെന്തെങ്കിലും തിരക്കിൽ പെട്ടുപോയി, ചിലപ്പോൾ ഒരു ദിവസം ചെല്ലാൻ പറ്റിയില്ല, അല്ലെങ്കിൽ 2 ദിവസം ചെല്ലാൻ പറ്റിയില്ല, എന്നാലും ഇതിൻ്റെ ഫലവും നമ്മുടെ ജീവിതത്തിൽ വേണമല്ലോ. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഉക്തുബ്, അവരെ എഴുതണം. എന്ത് ചെയ്യണം? ആ ഒരു വെള്ള പേപ്പർ എടുത്ത്, വെള്ള കടലാസ് എടുത്ത് സ്ക്രീനിൽ കാണുന്നത് പോലെ എപ്രകാരം എഴുതണം എന്ന് ഞാൻ കാണിച്ചു തരാം. അൽ വാസിഉ എന്ന നാമം ഒറ്റ അക്ഷരങ്ങളായിട്ട് എഴുതണം. അതായത് അലിഫ്, ലാം, വാവ്, അലിഫ്, സീൻ, ഐൻ, ഇങ്ങനെ
ഹർക്കത്തൊന്നും ഇടണ്ട. ഈ ഒരു എഴുത്ത് എന്ത് ചെയ്യുക, ഒറ്റ അക്ഷരങ്ങളായിട്ട് അൽ വാസിഉ എന്ന നാമം എഴുതുകയും അത് 4 മടക്കിയിട്ട് വഹ്മിൽ ഹുമഹു അവൻ്റെ കൂടെ അവൻ അത് സൂക്ഷിക്കുകയും ചെയ്യുക. അതായത് അവൻ്റെ കൂടെ പേഴ്സിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ എവിടെയാണോ അത് സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലത്ത്, പേഴ്സിലൊക്കെ വെക്കലാണ് ഏറ്റവും നല്ലത്. കാരണം എടുക്കാത്തൊരു ഉറ ഉണ്ടാവില്ല നമ്മുടെ പേഴ്സിലൊക്കെ, അതിലേക്ക് മടക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ അതിൻ്റെ ഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ അൽ വാസിഉ എന്ന നാമം എഴുതിയിട്ട് സൂക്ഷിക്കുക. ഈ ഒരു ഇസ്മിൻ്റെ ശ്രേഷ്ഠത പറയുന്ന കൂട്ടത്തിൽ എടുത്തു പറയുന്ന മഹാത്മാർ പറയുന്ന കാണാം, ഫഇന്നൽ അർശ ഖായിമുൻ ബിബറകത്തി ഹാദിൽ ഇസ്മി, അർശ് പോലും ഈ ഒരു ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ടാണ് നിലകൊള്ളുന്നത് എന്ന്. അത്രത്തോളം പവറുള്ള, അർശ് പോലും നിലകൊള്ളുന്ന ഒരു മഹത്തായ ഇസ്മ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മളുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് ചെയ്ത് തരുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ റബ്ബി ബിൽ മുസ്തഫ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.